സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് പറയുവാനായി ആഗ്രഹിക്കുന്നത് കരുണാർദ്രമായ വിടുതലിൻ്റെ ദുഃഖകരമായ അന്ത്യം എന്ന വിഷയമാണ്. ഈ അവസരത്തിൽ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന നീതിമാനായ ലോത്തിൻ്റെ ഭാര്യയുടെ കഥ ചുരുക്കി പറയുവാനായി ആഗ്രഹിക്കുന്നു. 2 ദേവദൂതന്മാർ സൊദോമിൽ ആ പട്ടണത്തിൻ്റെ അകൃത്യ നിമിത്തം നശിപ്പിക്കുവാൻ എത്തുകയും ലോത്തിൻ്റെ വീട്ടിൽ രാത്രി ചെലവഴിക്കാൻ ക്ഷണിക്കപ്പെടുകയും ചെയ്തു. സൊദോമിലെ പുരുഷന്മാർ അത്യധികം ദുഷ്ടന്മാരായിരുന്നു. നേരം പുലർന്നപ്പോൾ ലോത്തിൻ്റെ സന്ദർശകരായ ദൂതന്മാർ നഗരത്തിൻ്റെ അകൃത്യത്തിന് ആസന്നമായ ദുരന്തത്തിൽ അകപ്പെടാതിരിക്കുവാൻ അവൻ്റെ കുടുംബത്തെ കൂട്ടി ഓടിപ്പോകുവാൻ അവനോട് കൽപ്പിച്ചു. ജീവന് വേണ്ടി ഓടിപ്പോകണം, തിരിഞ്ഞു നോക്കരുത്, എവിടെയും നിൽക്കരുത്, മലകളിലേക്ക് ഓടിപ്പോവുക എന്നവനോട് പറഞ്ഞു. എന്നാൽ ഓടിപ്പോയപ്പോൾ ലോത്തിൻ്റെ ഭാര്യ സൊദോമിലേക്ക് തിരിഞ്ഞു നോക്കുകയും ഉപ്പുതോണായി മാറുകയും ചെയ്തു. പാപത്തിൻ്റെ ചിത്രമായ സൊദോമിൻ നാശത്തിൽ നിന്നും ദൈവം ലോത്തിനെയും കുടുംബത്തെയും കരുണാപൂർവം വിടുവിച്ചു. എന്നിരുന്നാലും സൊദോം ഗൊമോറയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി അവൾ ഉപ്പുതൂണായി മാറി. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെയും അന്തിമവിധിയുടെയും വെളിച്ചത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് യേശു കേൾവിക്കാർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകി. ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കുക. ബൈബിളിലെ മറ്റു നന്മ നിറഞ്ഞവരിൽ നിന്ന് ഈ പേരിടാത്ത സ്ത്രീയെ ഒരു പ്രസംഗ ദൃഷ്ടാന്തത്തിനായി യേശു തിരഞ്ഞെടുത്തു. അതിനർത്ഥം യേശുവിൻ്റെ ഈ പ്രസ്താവന വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നാം എന്താണ് ഓർക്കേണ്ടത്? ഇതിനോടനുബന്ധിച്ച് 3 കാര്യങ്ങൾ പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, അവളുടെ അനുസരണക്കേട്. ലോത്തിൻ്റെ ഭാര്യയുടെ പ്രവൃത്തിയിൽ നാം കാണുന്നത് അനുസരണക്കേടും ദൈവകൽപ്പനയോടുള്ള അവഗണനയുമാണ്. തിരിഞ്ഞു നോക്കി അവൾ ദൈവത്തിൻ്റെ വ്യക്തമായ കൽപ്പന ലംഘിച്ചു. സൊദോം ഗൊമോറയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ദൂതൻ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും അവൾ അനുസരണക്കേട് കാണിച്ചു. ദൈവദൂതൻ്റെ കൽപ്പന അവഗണിച്ചു. ദൈവദൂതൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ അവൾക്ക് ന്യായവിധി ലഭിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകളോടുള്ള അനുസരണക്കേട് അനന്തരഫലങ്ങളുമായി വരുന്നു. അനുസരണക്കേട് അവിശ്വാസമാണ്, പാപമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തതിന് നമ്മൾ ഓരോരുത്തരും കുറ്റക്കാരാണ്. നമ്മിൽ ആർക്കും രക്ഷപ്പെടാനാവില്ല. ലോത്തിൻ്റെ ഭാര്യയുടെ മേലുള്ള ന്യായവിധി ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന എല്ലാവരുടെയും കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. നിങ്ങളുടെ ജീവിതം പരിഗണിക്കുക. എത്രയോ വിധത്തിൽ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയെ നിരസിക്കുകയും അവൻ്റെ നിയമങ്ങളെ അവഗണിക്കുകയും ചെയ്തു. അതിനാൽ നാം ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അർഹരാണ്. ലോത്തിൻ്റെ ഭാര്യയുടെ അനുസരണക്കേട് വിശ്വാസിയുടെ അനുസരണത്തിലേക്കുള്ള ആഹ്വാനമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള അനുസരണത്തിൽ ജീവിതം നയിക്കാൻ നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും തെളിവാണ് നമ്മുടെ അനുസരണം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. രണ്ടാമതായി, അവളുടെ ലൗകികത. സൊദോം ഗൊമോറ എന്ന പട്ടണം ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും ചിത്രമാണ്. ലോത്തിൻ്റെ ഭാര്യയുടെ പ്രശ്നവും ഇതായിരുന്നു. അവൾ ലോകത്തെ സ്നേഹിച്ചു. അവൾ ലോകത്തിൽ നിന്നും വേർപെട്ടിരുന്നില്ല. അവൾ തിരിഞ്ഞു നോക്കി എന്ന് വചനം പറയുമ്പോൾ അതൊരു സാധാരണ തിരിഞ്ഞുനോട്ടമായിരുന്നില്ല, അത് അതിനപ്പുറവുമാണ്. സൊദോമിനോട് അവൾക്കുള്ള ആഴമേറിയ ബന്ധമാണ്. ആ പട്ടണത്തെയും പട്ടണത്തിലുള്ള തനിക്കുള്ളതിനൊക്കെയും അവൾ സ്നേഹിച്ചു. ആയതിനാൽ നോക്കി എന്ന യഥാർത്ഥ വാക്കിൻ്റെ അർത്ഥം പ്രീതിയോ കരുതലോ പരിഗണിക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതം പരിശോധിക്കാം. നമ്മിൽ ലൗകികതയുടെ മേഖലകളുണ്ടോ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലൗകികത എന്നത് ലോകത്തിൽ നിന്ന് നമുക്ക് വേർപിരിയാനുള്ള ഒരു ആഹ്വാനമാണ്. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ ലോകത്തിൻ്റേതല്ല. ലോകത്തിൻ്റെ പാപകരമായ മാതൃക അനുസരിച്ചല്ല നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. ശ്രദ്ധിക്കുക, ദൈവം നമുക്ക് നന്മകൾ നൽകി അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അതിൽ ആസക്തമാകരുത്.
പകരം നമ്മുടെ യജമാനന്മാരുടെ സമ്പത്ത് പരിപാലിക്കുന്ന ദാസന്മാരെ പോലെയാണ് നാം അതിനെ കാണേണ്ടത്. ഇത് നമ്മെ അഹങ്കാരത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും അകറ്റും. പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് വേർപെട്ടവരാണ് വിശ്വാസികൾ. ദൈവം ഒരു ജനത്തെ തന്നിലേക്ക് വിളിച്ചപ്പോഴെല്ലാം പാപത്തിൻ്റെ ലോകത്തിൽ നിന്ന് തങ്ങളെ തന്നെ വേർപെടുത്താൻ അവരെ വിളിച്ചിരുന്നു. മൂന്നാമതായി, അവൾ പിന്തിരിഞ്ഞു. അവൾ അവസാന ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. അവൾക്ക് ദൈവത്തിൻ്റെ ന്യായവിധി ലഭിച്ചു. തങ്ങളുടെ വിശ്വാസത്തെ അനാസ്ഥയായി കരുതുന്ന ഏതൊരാൾക്കും ഈ അപകടം സംഭവിക്കാം. മുന്നറിയിപ്പായി ചില വാക്യങ്ങൾ വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു വചനം വായിക്കാം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. നിങ്ങളൊരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമായതോ ഒരു രക്ഷിക്കപ്പെട്ട സമൂഹത്തിൽപ്പെട്ടതോ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ശാശ്വത സുരക്ഷ ഉറപ്പു നൽകണമെന്നില്ല. ലോത്തിൻ്റെ ഭാര്യയുടെ തികഞ്ഞ ചിത്രമാണിത്. അവൾ നീതിമാനായ ലോത്തിൻ്റെ ഭാര്യയായിരുന്നു. എന്നിട്ടും അവൾ രക്ഷിക്കപ്പെട്ടില്ല. അവൾ യേശുവിൻ്റെ ശിഷ്യനായിരുന്നിട്ടും നഷ്ടപ്പെട്ടു പോയ യൂദാസിനെ പോലെയായിരുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വിശ്വാസികളായ മാതാപിതാക്കൾ ഉള്ളതിനാലോ നിങ്ങൾ രക്ഷപ്പെടുന്നില്ല. നിങ്ങൾക്ക് ക്രിസ്തുവിൽ വ്യക്തിപരമായ വിശ്വാസം ആവശ്യമാണ്. നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. ലോത്തിൻ്റെ ഭാര്യയായതിനാൽ ശാരീരികമായി സോദോമിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അവൾ ഒരിക്കലും രക്ഷിക്കപ്പെട്ടില്ലെന്ന് പിന്നീട് നാം മനസ്സിലാക്കുന്നു. നാം രക്ഷിക്കപ്പെടുന്നുവെന്ന് തെളിയിക്കാൻ തെളിവുകൾ നമുക്കുണ്ടായിരിക്കണം. അതായത് വ്യക്തമായ മാനസാന്തര ജീവിതം നയിക്കണം. മാതൃകയുള്ളൊരു ജീവിതം നമുക്കുണ്ടാകണം. പ്രിയരെ, നിങ്ങളും ഞാനും എല്ലാവരും നിയമലംഘകരാണ്. എന്നാൽ നമുക്കായി ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും പൂർണ്ണമായി അനുസരിച്ച് സമ്പൂർണ്ണവും നീതിയുക്തമായ ജീവിതം നയിച്ച് നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമ്മുടെ സ്ഥാനത്ത് മരിച്ച യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കാതെ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഒരു വഴിയുമില്ല. പ്രിയ ശ്രോതാവേ, നമുക്ക് വിശ്വാസത്തിൽ തുടരാം. വെളിച്ചത്തിൻ്റെ മക്കളാകാനുള്ള നമ്മുടെ വിളിയോട് വിശ്വസ്തത പുലർത്താം. ക്രിസ്തുവിൽ വളരുമ്പോൾ നാം എടുക്കുന്ന ഓരോ ചുവടുവയ്പും നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. അങ്ങനെ ഇടറി വീഴാതെ പിന്തിരിഞ്ഞു പോകാതെ വിവേകത്തോടെ നമുക്ക് ജീവിക്കാം. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ.